ശാന്തമാ ഈ സന്ധ്യയിൽ ഏകാകിയായി അലയുന്നു ഞാൻ. പാതി വഴിയിൽ നീ തെളിയും നിലാവായി വിങ്ങുമിടനെഞ്ചിൽ തഴുകുന്ന കാറ്റായി ഒരു തിരിനാളമായി തെളിയൂ നീ പുലരിതൻ കിരണമേ. മഴകൾ പലവിധത്തിലുണ്ട്. ചില മഴകൾ കലുഷിതമായ അവസ്ഥ സൃഷ്ടിക്കുന്നു. ക്യാൻസർ രോഗം അത്തരമൊരവസ്ഥ സൃഷ്ടിക്കുന്ന ഒന്നാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ താളത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒന്ന്. എന്നാൽ നോഹയുടെ മഴവില്ല് പോലെ അവസാനം സമാധാനത്തിൻ്റെ മഴവില്ല് വിരിയുന്നതായി മാറുകയും ചെയ്യും. അത്തരം ജീവിതങ്ങളെയാണ് നമ്മൾ മഴവില്ല് തീർക്കുന്നവർ എന്ന ഈ പ്രോഗ്രാമിലൂടെ പരിചയപ്പെടുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം തോമസ് പന്തംപ്ലാക്കൽ സാറിനെയും മോൾ ടീച്ചറിനെയും. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ദൈവമേ അങ്ങ് എനിക്ക് തന്ന നിയോഗം എന്തായിരുന്നു? സമയത്ത് പെട്ടെന്ന് എനിക്ക് ആ വചനം ഓർമ്മ വന്നു. ഈ രോഗം മരണത്തിൻ്റെ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കേണ്ടതിന് വേണ്ടിയുള്ളതാണ്. രോഗസൗഖ്യം ഉണ്ടായ തോമസ് സാറ് ചെയ്യാൻ പോയെന്താ, നേരെ എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി പിള്ളേരെ കണക്ക് പഠിപ്പിക്കാൻ പോവുക. അതെ, കണക്ക് പഠിപ്പിക്കുന്നത് എന്താ, പാവമാണോ? അല്ല, പാവമൊന്നുമല്ല. പക്ഷേ തോമസ് സാറിന് നൽകിയ നിയോഗം അതല്ലായിരുന്നു. അപ്പം അത് തിരിച്ചറിഞ്ഞ നിമിഷം ഞാൻ എൻ്റെ ദൈവത്തിന് വാക്ക് കൊടുത്തു. ദൈവമേ, അങ്ങ് ദാനമായി തന്ന ഈ രണ്ടാം ജന്മം ഞാൻ അങ്ങേക്കായി മാറ്റി വെക്കുന്നു. ദൈവമഹത്വത്തിനായില്ലേ പിന്നെയുള്ള ജീവിതം മുഴുവൻ. ഞാൻ കോളേജിലേക്ക് വിളിച്ചു പറഞ്ഞു, തോമസ് സാർ ഇനി കോളേജിലേക്ക് വരില്ല. പക്ഷേ ഈ പറഞ്ഞ നിമിഷം അത്ഭുത സൗഖ്യമൊന്നും ഉണ്ടായില്ല. അതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനൊരു സത്യം മനസ്സിലാക്കി. അതുവരെ ഡേ ബൈ ഡേ എൻ്റെ ഈ രോഗം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. പക്ഷേ ഈ വാഗ്ദാനം കൊടുത്തതിന് ശേഷം എൻ്റെ രോഗം വളർന്നിട്ടില്ല. എവിടെയാണോ ആ അവസ്ഥയിൽ നിന്നു. അപ്പോഴെനിക്ക് ഈ വചനം വായിക്കണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായി. അതുവരെ ഞാൻ ബൈബിൾ വായിച്ചിട്ടുണ്ട്. ഡെയിലിയൊന്നും ഇല്ലെങ്കിലും പലപ്പോഴൊക്കെ ഇങ്ങനെ ബൈബിൾ വായിക്കാറുണ്ടായിരുന്നു. പക്ഷെ വായിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞാനിങ്ങനെ ബൈബിൾ ഇങ്ങെടുത്തിട്ട് എവിടുന്നെങ്കിലും ഇങ്ങ് തുറക്കും. ഇല്ല, സാധാരണ എല്ലാവരും ചെയ്യുന്ന രീതിയില്ലേ, തുറക്കും, അവിടെ വെച്ചിട്ട് അങ്ങ് വായന തുടങ്ങും. പക്ഷേ എനിക്ക് ഒരിക്കൽ പോലും ഒരു അധ്യായം പൂർണ്ണമായിട്ട് വായിക്കാൻ പറ്റിയില്ലായിരുന്നു. കാരണം ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ യുക്തി വർക്ക് ചെയ്യാൻ തുടങ്ങും. ഇതിൽ പലതിനോടും എൻ്റെ യുക്തിക്ക് യോജിക്കാൻ പറ്റില്ല. അതെ, എനിക്ക് എൻ്റെ യുക്തിക്ക് ഇത് യോജിക്കാൻ പറ്റിയല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് ഫുൾ വായിക്കാനാകില്ലായിരുന്നു. എന്നാൽ ഇപ്പം ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങിയത് ഉൽപ്പത്തി തൊട്ടിട്ടാണ് വായിക്കാൻ തുടങ്ങി. വായിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു അത്ഭുതം ഞാൻ തിരിച്ചറിഞ്ഞു. ഈ വചനങ്ങൾ എന്നോട് സംസാരിക്കാൻ തുടങ്ങി. എന്നെ ഇങ്ങനെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. പല പല സത്യങ്ങളും എന്നെ തിരിച്ചറിയിപ്പിക്കാൻ തുടങ്ങി. ഇതെനിക്ക് വലിയൊരു ആവേശമായി. ഞാൻ നിരന്തരം ഇരുന്ന് ബൈബിൾ വായിക്കാൻ തുടങ്ങി. എത്ര വട്ടം ബൈബിൾ വായിച്ചിട്ടുണ്ട്? ഇപ്പോഴും ഞാൻ 9ാമത്തെ പ്രാവശ്യമാണ് ബൈബിൾ വായിക്കുന്നത്, സമ്പൂർണ്ണ ബൈബിൾ. ഇത് മാത്രമല്ല, പിന്നെയുള്ള സമയങ്ങളിൽ നിരന്തരം ഞാൻ യൂട്യൂബിലൂടെ ധ്യാന പ്രഘോഷണങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു, സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. എവിടെയൊക്കെ ധ്യാനത്തിൽ പോകാൻ പറ്റുമോ അവിടെയൊക്കെ ധ്യാനത്തിൽ പോയി വചനം ഭക്ഷിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ധ്യാനത്തിൽ ഞാൻ പോകുന്ന അവസരത്തിൽ നിങ്ങളെപ്പോലൊന്നും എനിക്ക് ഇരിക്കാൻ പറ്റുകയില്ല. അന്നേരം എന്നെ ഹോളിലൊരു ബെഡ് കൊണ്ടിട്ട് ആ ബെഡിൽ കിടന്നുകൊണ്ടാണ് ഞാൻ ധ്യാനം കൂടിയത്. അങ്ങനെ നിരന്തരം 3 വർഷക്കാലം നിരന്തരം അങ്ങനെ ധ്യാനങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരുന്നു. ഒരു ധ്യാനത്തിൽ നിന്നും പൂർണ്ണ സൗഖ്യം കിട്ടിയില്ല. പക്ഷേ ഒറ്റ ധ്യാനത്തിൽ എന്നെ വെറുങ്കവിയുടെ വീട്ടില്ല കേട്ടോ. കാരണം നിരവധി സൈഡ് എഫക്റ്റ് എനിക്ക് ഈ മരുന്ന് കൊണ്ടും രോഗം കൊണ്ടും ഉണ്ടായി. കാരണം കാലിനൊക്കെ ഇപ്പോൾ നീരായിരുന്നു, പടിപടിയായി ഓരോരോ അസ്വസ്ഥതകൾ വിധം, ശ്വാസകോശം ചുരുങ്ങിപ്പോയി, ഇപ്പോഴും അലർജി ആയിരുന്നു, ഹാർട്ടിന് പെയിനായിരുന്നു. അങ്ങനെ നിരവധി പ്രശ്നം, കൈ ഉയർത്താൻ പറ്റിയാലായിരുന്നു. അങ്ങനെ നിരവധി പ്രശ്നങ്ങളായിരുന്നു.
എന്നാൽ ഓരോ ധ്യാനത്തിൽ നിന്നും ഇങ്ങനെ ഓരോ സൈഡ് എഫക്റ്റ് ദൈവം എടുത്തു മാറ്റി. അങ്ങനെ അവസാനം 3-ാം വർഷത്തിൻ്റെ അവസാനത്തെ ധ്യാനം കൂടുന്നത് പേരാവൂർ മൗണ്ട് കാർമൽ ആശ്രമത്തിലായിരുന്നു. അവിടെ എത്തിയപ്പോഴത്തേക്ക് എനിക്ക് ഈ പ്രത്യക്ഷമായ സൗഖ്യങ്ങളൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അന്ന് അവിടുത്തെ ധ്യാനം കഴിഞ്ഞ് ഞാൻ പോന്നു. അപ്പം പിറ്റേ ധ്യാനം അവിടെ തുടങ്ങുന്ന സമയത്ത് എൻ്റെ ഒരു ഉൾപ്രേരണ, ഉള്ളിൽ നിന്നൊരു പ്രേരണ, ധ്യാന സെൻറ്ററിലേക്ക് പോകും. ഞാൻ ഏതായാലും ഡ്രസ്സ് ചെയ്ത് ധ്യാന സെൻറ്ററിലേക്ക് പോകാൻ നേരത്ത് ഇവള് ചോദിച്ചു, അതിന് അച്ഛൻ വിളിച്ചൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനാ പോകുന്നത്? ധ്യാന സെന്ററിൽ ശുശ്രൂഷ ചെയ്യാൻ പോവാ. അപ്പൊ ഞാൻ ചോദിച്ചു, അവിടെ അച്ഛൻ പറഞ്ഞില്ലല്ലോ, പിന്നെ നമ്മൾ ചുമ്മാതെ എങ്ങനെയാ അങ്ങനെ പോയി എന്നെ ചെയ്യാനാ ഉദ്ദേശിക്കുന്നതെന്ന്. നമ്മളവിടെ ചെല്ലേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു, അവിടെ ചെന്നിട്ട് എന്ത് വേണേലും ഞാൻ ചെയ്യും. ഈ പാത്രം കഴുകുവാണോ അത് കഴുകാം, ഭക്ഷണം വിളമ്പാണോ അത് വിളമ്പാം, എന്തായാലും ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ധ്യാന സെൻറ്ററിൽ ചെന്ന് അവിടെ ദിവ്യകാരുണ്യത്തിൻ്റെ മുന്നിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ അന്നുണ്ടായിരുന്ന ഷിൻഡോ അച്ഛൻ വന്ന് വിളിച്ചു, തോമസ് സാർ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞാൻ അടുത്തേക്ക് ചെന്ന് അവസരത്തിൽ അച്ഛൻ പറഞ്ഞു, തോമസ് സാർ ഇന്ന് കൗൺസിലിങ്ങിൽ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലൂടെ കടന്നുപോയത്, എനിക്ക് ക്ലിനിക്കൽ സൈക്കോളജിയിൽ പോസ്റ്റ് ഗ്രാജുവേഷനുണ്ട്, ഞാൻ നിരവധി മനഃശാസ്ത്ര കൗൺസിലിംഗ് നടത്തിയിട്ടുണ്ട്, ഇതറിയാവുന്ന അച്ഛൻ എന്നെ ഇപ്പം കൗൺസിലിങ്ങിൽ വിളിക്കുന്നു. ഇതാണ് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ചിന്ത. ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്കതിന് താല്പര്യമില്ല. എന്നിട്ട് പറഞ്ഞു, അച്ഛാ എനിക്കൊരു കൃപയുമില്ല, എനിക്കൊരു വരവുമില്ല, എനിക്കൊന്നും ദർശനമില്ല, അതുകൊണ്ട് എനിക്ക് ഈ കൗൺസിലിങ്ങിൽ ഇരിക്കാൻ താല്പര്യമില്ല അച്ഛൻ എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, തോമസ് സാർ ഇന്ന് ഇരുന്ന് നോക്ക്, അപ്പോൾ അത്ഭുതം എന്താണെന്ന് തിരിച്ചറിയുന്നു. ഏതായാലും അതൊരു ദൈവസ്വരമാണെന്ന് എനിക്ക് തോന്നി. ഞാൻ മറുത്തൊന്നും പറഞ്ഞില്ല, ഞാൻ കൗൺസിലിങ്ങിന് പോയിരുന്നു. ആദ്യത്തെ കുട്ടി എൻ്റെ അടുത്ത് വന്നു. ആ കുട്ടിയുടെ പ്രശ്നം, ഞാൻ ഈ മനഃശാസ്ത്ര കൗൺസിലിംഗ് നടത്തിയ വ്യക്തിയാണല്ലോ, അതുകൊണ്ട് എനിക്കതൊരു പ്രോബ്ലം അല്ല. അപ്പം ഈ കുട്ടിയുടെ പ്രശ്നങ്ങളെല്ലാം ഞാൻ ചർച്ച ചെയ്തതിന് ശേഷം ഞാൻ ഈ കുട്ടിയുടെ തലയിൽ കൈവച്ച് അങ്ങ് പ്രാർത്ഥിക്കുന്ന നിമിഷം ഈ കുട്ടി പൊട്ടിക്കരഞ്ഞിട്ട് പറയും, സാർ എൻ്റെ കാല് സൗഖ്യമായി സാർ. ഇത് എനിക്കൊരു തന്നെ ഒരു അത്ഭുതമായിരുന്നു. പിന്നെ ഞാൻ കാണുന്നത് അത്ഭുതങ്ങളുടെ ഒരു ഘോഷയാത്രയാണ്. ഇക്കാലം അത്രയും ശാരീരിക സൗഖ്യങ്ങളാണ് തന്നുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പം ആത്മീയ വരങ്ങളല്ലേ. അത്ഭുതങ്ങളുടെ ഒരു ഘോഷയാത്ര എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുന്നു അവിടെയൊക്കെ ദൈവം ഇങ്ങനെ കൈവെള്ളയിൽ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും. അതും നമ്മുടെ ലോജിക്കൽ തിങ്കിങ്ങിന് ചേരാത്തതുമായി പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. സാർ കോൺഷ്യസ്ലി തീരുമാനം എടുത്ത് ഞാൻ ഇങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചൊന്നും ചെയ്യുന്നതുമല്ല. അതേക്കുറിച്ച് അത് പറഞ്ഞു വന്നപ്പോഴാണ് എനിക്ക് ഒരു ഓർമ്മ വരുന്നത്. ഞാൻ ഈ ട്രെയിനിങ് പ്രോഗ്രാമിൽ കേരള ഒട്ടുകൾ ഓടി നടന്ന ട്രെയിനിങ് പ്രോഗ്രാം നടത്തിയ വ്യക്തിയാണ് ഞാൻ. നാഷണൽ ട്രെയിനറാണ്. നാഷണൽ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ ഞാൻ എൻ്റെ സബ്ജക്റ്റ് മാത്തമാറ്റിക്സ് ആണെങ്കിലും ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റ് മനഃശാസ്ത്രത്തെക്കുറിച്ചാണ്. പ്രത്യേകിച്ച് മെമ്മറി ടെക്നിക്സ്. അതുപോലെ ഞാൻ സ്പെഷ്യലൈസ് ചെയ്ത വിഷയം ഹിപ്നോട്ടിസമാണ്. എനിക്കൊരു 100-300 പേരിരിക്കുന്ന ഒരു സദസ്സിനെ ഹിപ്നോട്ടിക് നിദ്രയിലെത്തിക്കാൻ എനിക്ക് കേവലം 5 മിനിറ്റ് മതിയായിരുന്നു. ഈ 5 മിനിറ്റിന് ശേഷം ഞാൻ പറയുന്ന പോലെ ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയായിരുന്നു. പക്ഷേ ഇതെൻ്റെ മനസ്സിൽ ഭയങ്കര അഹന്തയുണ്ടായി. അഹങ്കാരത്തിൻ്റെ ഞാൻ പറയാം, അഹങ്കാരത്തിന് കൈയും കാലും വെച്ച മനുഷ്യനായി മാറി ഞാൻ പല വേദിയിൽ നിന്നും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ധ്യാനം എന്ന് പറയുന്നത് മനഃശാസ്ത്ര ട്രീറ്റ്മെൻറ്റാണ്. കാരണം മനുഷ്യൻ്റെ മനസ്സിനെ ഏകാഗ്രമാക്കിയതിനു ശേഷം ആ മനസ്സിലേക്ക് അതിശക്തമായിട്ട് സജഷൻസ് കൊടുത്താൽ അങ്ങനെ തന്നെ സംഭവിക്കും, രോഗങ്ങൾ സൗഖ്യമാകും. ഞാൻ പറയുക മാത്രമല്ല, ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്, ഞാൻ തെളിയിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ആ അഹന്തയിലായിരുന്നു ഞാൻ ജീവിച്ചത്. അപ്പം പിന്നെ ധ്യാന കേന്ദ്രങ്ങൾ വേണ്ട എന്ന് പറയുന്ന ഒരവസ്ഥയില്ല. അപ്പം പക്ഷേ വലിയൊരു ഹോസ്പിറ്റലിൽ മജ്ജ മാറ്റി ഒരു മരിച്ച മനുഷ്യനെ പോലെ കിടക്കുമ്പോൾ എൻ്റെ വലത് കൈ ഒന്ന് ഉയർത്താൻ എൻ്റെ മനസ്സിന് ശക്തിയില്ലാതെ ഞാൻ തിരിച്ചറിഞ്ഞു. എൻ്റെ ജീവിത പങ്കാളിയുടെ സഹായം വേണ്ടി വന്നു എൻ്റെ കൈ ഒന്ന് ഉയർത്താൻ. ഈ തിരിച്ചറിവിന് വേണ്ടിയാണ് എന്നെ എൻ്റെ ദൈവം ആ കിടക്കയിൽ എത്തിച്ചത്.
നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഈ സഹനങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്നത് ഇങ്ങനത്തെ ചില തിരിച്ചറിവിന് വേണ്ടിയാണ്. ഈ തിരിച്ചറിവ് എത്ര പെട്ടെന്നുണ്ടാകുന്നോ അത്ര പെട്ടെന്ന് നമ്മൾക്ക് സൗഖ്യങ്ങളുണ്ടാവും, നമ്മുടെ പ്രതിസന്ധികൾ പരിഹരിക്കും. കഷ്ടത തന്ന് സഹനങ്ങളിൽ നിന്ന് ദൈവത്തെ അന്വേഷിക്കാൻ ദൈവം പഠിപ്പിക്കുന്നു എന്ന് പറയുന്നത്. അത് തന്നെ, അത് തന്നെ. അപ്പോൾ ആ തിരിച്ചറിവ് എത്ര പെട്ടെന്നുണ്ടായോ പ്രശ്നങ്ങൾ പരിഹരിക്കും. ഇനി തിരിച്ചറിവ് ഉണ്ടാകാതിരുന്നാൽ സഹനങ്ങൾ വീണ്ടും, പ്രശ്നങ്ങൾ വീണ്ടും സങ്കീർണമായിക്കൊണ്ടേയിരിക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ പറഞ്ഞ പോലെ ഒത്തിരി നിരവധി അനുഗ്രഹങ്ങളും നിരവധി അത്ഭുതങ്ങളും ആണ് സംഭവിച്ചിട്ടുള്ളത്. ഈ യാത്രയുടെ ഇടയിൽ ഇപ്പം ഈ വേദനകളുടെ ഇടയിലൊക്കെ പലപ്പോഴും മെൻ്റലി ഡൗൺ ആയി പോയ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടാവില്ലേ? തീർച്ചയായിട്ടും. നമ്മൾ എത്രത്തോളം പേഴ്സണലി മോട്ടിവേറ്റ് ചെയ്യാൻ കഴിവുള്ള ആളാണെങ്കിലും എവിടെയെങ്കിലുമൊക്കെ വെച്ച് മോട്ടിവേഷൻ നഷ്ടപ്പെട്ട് തീരെ നിസ്സഹായനായി പോയ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടാവില്ലേ? അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ആ സംഭവം ഓർമ്മ വരുന്നത്. അത് പറയുമ്പോൾ എൻ്റെ കണ്ണുകൾ നിറയാതെ എനിക്ക് പറയാൻ പറ്റില്ല. അത് എൻ്റെ മൂത്തമ്മളുടെ മാരേജാണ്. എനിക്ക് ഈ രോഗം വരുന്നതിന് മുമ്പ് തന്നെ അവളുടെ വിവാഹം നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരുന്നു. ഏകദേശം ഒരു 2.5 കൊല്ലക്കാലം അന്വേഷിച്ച് നടന്നു. പക്ഷെ അത് നടക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ പല ധ്യാന സെൻറ്ററിൽ പോയി, ധ്യാനത്തിലൊക്കെ പോയി, ആ സമയത്തൊക്കെ പോയി ഇങ്ങനെ പല കൗൺസിലിംഗ് ഒക്കെ നടക്കുമ്പോൾ ആൾക്കാർ പറയും തടസ്സമാണ് പറയുന്നത്. എന്താ തടസ്സമൊന്നും നമുക്ക് തിരിയുന്നില്ല. അപ്പം തടസ്സം ഇപ്പം എനിക്ക് മനസ്സിലായി, അതെൻ്റെ രോഗമായിരുന്നു തടസ്സം. കാരണം ഞാൻ മൂത്ത മോളുടെ വിവാഹം ഞാൻ റിട്ടയർ ചെയ്യുമ്പം കിട്ടുന്ന പൈസ കൊണ്ട് അവളുടെ വിവാഹം നടത്തണമെന്ന് ആഗ്രഹിച്ചത്. പക്ഷെ അതെടുത്ത് നടത്തിപ്പോയിരുന്ന എൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കുകയില്ലായിരുന്നു. അതാണ് ഏറ്റവും ചെലവുള്ള ട്രീറ്റ്മെൻറ്റ്. അത് നടക്കുകയില്ലായിരുന്നു. അപ്പോൾ അതാണ് ദൈവം എന്ത് ചെയ്തു, മുൻകൂട്ടി അറിഞ്ഞ് അത് തടസ്സപ്പെടുത്തി നിർത്തിയിരുന്നത്. ഏതായാലും ഞങ്ങൾ ഹോസ്പിറ്റലായി. ഒരു 2-3 മാസം കഴിഞ്ഞ അവസരത്തിലാണ് ഒരു കുടുംബത്തിൽ നിന്ന് വിളി വന്നു. ഞങ്ങൾ വന്ന് ഒരു കല്യാണാലോചന വന്നു. ഞങ്ങൾ മോളെ വന്നൊന്ന് കണ്ടോട്ടെ എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു കണ്ടോ. വിമൽജ്യോതി പഠിപ്പിക്കുക. അവൻ ഇവള് വന്ന് കണ്ടു കഴിഞ്ഞിട്ട് അവർ പോയപ്പം വൈകുന്നേരം വിളിച്ചിട്ട് ഹോസ്പിറ്റലിൽ കിടക്കാണ്. ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് താല്പര്യമുണ്ട്, നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്കതിനെക്കുറിച്ച് ചിന്തിക്കാനേ പറ്റില്ല, അതിനുള്ള സാഹചര്യമേ അല്ലല്ലോ. ഞങ്ങളിവിടെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ഞങ്ങളെ എന്താന്ന് പറഞ്ഞത്, ഞങ്ങൾ പറഞ്ഞു ഞങ്ങളൊരു ട്രീറ്റ്മെൻറ്റിലാണ് ഉള്ളത്, ഹോസ്പിറ്റലിലാണ് ഉള്ളത്, എന്ന് തിരിച്ചു വരുമെന്ന് പറയാൻ പറ്റിയല്ല. പിന്നെ ഞങ്ങൾക്ക് എങ്ങനെയാണ് അതിന്റെ ബാക്കി നടപടികളിലൂടെ കടക്കണമെങ്കിലും സാഹചര്യമല്ലല്ലോ, സാമ്പത്തികമായും ബുദ്ധിമുട്ടുന്ന സമയം. എന്നിട്ട് എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയ കാര്യം, അവർ പറഞ്ഞു ഞങ്ങൾ കാത്തിരിക്കാതെ. അതിനെ എനിക്ക് ഭയങ്കര അത്ഭുതപ്പെടുത്തി. ഏതായാലും ഈ 8 മാസങ്ങൾക്ക് ഞാൻ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അത് പ്രൊസീഡ് ചെയ്തു. ഈ സമയത്ത് അങ്ങനെ അത് കല്യാണമൊക്കെ ഉറപ്പിച്ച സമയത്താണ് എൻ്റെ 2ാമത്തെ കീമോ ആരംഭിക്കുന്നത്. ഏതായാലും കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ മുന്നോട്ട് പോയി. ഞാൻ അന്നേരം വളരെ ക്ഷീണിതനായ ഒരവസ്ഥയിലായിരുന്നു. കടന്നിടത്തുനിന്ന് എനിക്ക് എഴുന്നേക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് എൻ്റെ മോളുടെ ഒത്തുകല്യാണം നടക്കുന്നത്. കല്യാണത്തിൻ്റെതായ യാതൊരു കാര്യത്തിനും കൂടാൻ പറ്റിയിട്ടില്ല. ഈ ചിറക്കെടുക്കാൻ പോകുമ്പോഴും കല്യാണത്തിന് ആളുകളെ വിളിക്കാനും ഒന്നിനും കൂടാൻ പറ്റിയിട്ടില്ല. ഒരു ഫംഗ്ഷൻ വീട്ടിൽ നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റുമുള്ളവരുടെ സഹതാപം ആശ്വസിപ്പിക്കലൊക്കെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ എന്ത് ചെയ്തു, ആ ദിവസം, അതായത് ഈ കല്യാണ ദിവസം, കുടുംബത്തിലെ ഏറ്റവും സന്തോഷം അല്ലാതല്ലൊരു ദിവസമാണ്. അന്നേരം ആൾക്കാർ വന്നു കഴിഞ്ഞിട്ട് ഞാൻ കിടക്കുന്ന മുറിയുടെ വാതിൽ പതുക്കെ തുറന്നു, എന്നിട്ട് എത്തി വരിഞ്ഞ് നോക്കുന്നു. ഞാൻ കൈകൊണ്ട് കാണിക്കും അടുത്തേക്ക് വരാൻ, അവരാർക്കും അടുത്തേക്ക് വരാൻ ധൈര്യമില്ല. എന്നിട്ട് അവർ തിരിഞ്ഞു പോയിട്ട് ചിലർ കണ്ണ് തുടയ്ക്കുന്നു, ചിലർ പറയുന്നു ഓരോ വിധിയെ എന്ന് പറയുന്നു. എൻ്റെ മനസ്സിനെ വല്ലാതെ ഇളക്കിയൊരു സംഭവമാണ്. എനിക്കത് ആ സമയത്ത് കരയാതിരിക്കാൻ പറ്റിയില്ല. ഞാൻ കരഞ്ഞുകൊണ്ട് എൻ്റെ ഈശോയോട് പറഞ്ഞു, ഈശോ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങെല്ലാം ഏറ്റെടുക്കണം. ഇത് ഞാൻ പറഞ്ഞ സമയത്ത് അതുവരെ എന്നെ നിരന്തരം ചുമച്ചുകൊണ്ടിരുന്നതാണ്. അതിപ്പോൾ ഞാൻ ചുമച്ചിട്ടില്ല. അങ്ങനെ അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്തു.
എന്നാലും ഈ ചുമ ഇങ്ങനെ തൊണ്ടയെ കുത്തി നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ഏതായാലും ആൾക്കാർ ഇതിൻ്റെ ആ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് എന്നെ നേരെ പള്ളിയിലേക്ക് വണ്ടിയെ കൊണ്ടുപോയി. അവിടെ കൊണ്ടിട്ട് എന്നിട്ട് കസേരയിലിരുത്തി. പള്ളിയിലെ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് എന്നെ ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുപോയി. ഓഡിറ്റോറിയത്തിൽ ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അതുവരെ 8-9 മാസമായിട്ട് ആരും കാണാതിരുന്ന തോമസ് സാറല്ലേ വന്നിരിക്കുന്നു. എല്ലാവരും കൂടി ഊട്ടി എൻ്റെ അടുത്ത് വന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോരുത്തർ വന്നു, അവരിങ്ങനെ പറയുന്നു. പക്ഷേ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ഞാൻ കൈ ആംഗ്യം കാണിച്ചു, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അത് എല്ലാവരും നിരാശയുടെ മാറിപ്പോയി. അങ്ങനെ ഈ വേദിയുടെ തൊട്ട് പിന്നിൽ ഞാൻ പോയി നിൽക്കുക, അങ്ങനെ വേദിയിലേക്ക് കയറാനുള്ള ഇതിന് വേണ്ടിയിട്ട്. ഈ സമയത്ത് എൻ്റെ കാലിൻ്റെ അടിയിൽ നിന്ന് ഒരു ചൂട് നേരെ മുകളിലേക്ക് കയറി വരിക. ആ ചൂട് എൻ്റെ ശരീരം മുഴുവനും അങ്ങ് നിറയുക. ശരീരം നിറയുകയും എൻ്റെ തൊണ്ട അങ്ങ് ക്ലിയറാകുക. പഴയ ആരോഗ്യം തിരിച്ചു കിട്ടിയ പോലെ ഒരു തോന്നൽ. പിന്നെ ഞാൻ ഓടി നടന്ന് സംസാരിക്കാൻ തുടങ്ങി, പിന്നെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങി. എല്ലാവരും പേടിച്ചിട്ട് എന്നെ അവിടെ ഇരിക്കുക ഇവിടെ ഇരിക്കുന്നു പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ ഞാൻ സമ്മതിക്കുന്നില്ല. ഞാൻ ഓടി നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് അങ്ങനെ ആ ഒത്തുകല്യാണവും കല്യാണ ദിവസം അതിമനോഹരമായി എൻ്റെ ദൈവം നടത്തി തന്നു. എൻ്റെ കുടുംബത്തിൽ അതിനു മുമ്പോ അതിന് ശേഷമോ ഇത്ര മനോഹരമായി നടന്ന, ഒരു ഫൗളില്ലാതെ നടന്ന മറ്റൊരു വിവാഹം ഉണ്ടായിട്ടില്ല. അവിടെ കൂടി എല്ലാവർക്കും അതൊരു ദൈവാനുഭവമായി. അങ്കിൾ കടന്നുപോയ ആ വേദനയുടെ നിമിഷങ്ങളിലൊക്കെ അങ്കിൾ എങ്ങനെയായിരുന്നു അത് ഫീൽ ചെയ്തിരുന്നതെന്നൊക്കെ അങ്കിളുടെ കുടുംബാംഗം തന്നെയായ ഫാദർ തോമസ് പന്തപ്ലാക്കൽ നമ്മളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അതും നമുക്ക് ഈ സമയം കേൾക്കാം. 2013 ജനുവരി മാസത്തിലാണ് എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ്റെ മകൻ, ഞങ്ങൾ കുട്ടിയച്ചൻ എന്ന് വിളിക്കും, തോമസിന് മാരകമായ ഒരു അസുഖം പിടിപെട്ടിരിക്കുന്നു എന്ന വാർത്ത കേൾക്കാനിട വന്നത്. ആ നാളുകളിൽ മറ്റുള്ളവരിലൂടെയൊക്കെ അറിയാൻ സാധിച്ചത് ക്യാൻസർ രോഗത്തിൽ ഏതാണ്ട് 73 ടൈപ്പ് രോഗങ്ങളുണ്ടെന്നും അതിൽ ഏറ്റവും അവസാനത്തെ ലെവലിൽ വരുന്ന ഒരു രോഗമാണ് എന്നും അത് പിടിപെട്ടാൽ സൗഖ്യം അത്ര എളുപ്പമല്ല എന്നുമൊക്കെയാണ് കേട്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കാനിട വന്നപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ കുടുംബാംഗങ്ങളെല്ലാവരും, ഞങ്ങളെ അറിയുന്നവരെല്ലാവരും ധാരാളമായിട്ട് പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കണം 2013 ശേഷം 22 ആയിട്ടും ആൾ ജീവിച്ചിരിക്കുന്നത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. തോമസിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അധ്യാപക ജീവിതത്തിൽ ആരംഭം മുതൽ ഏതാണ്ട് റിട്ടയർ ചെയ്യുന്ന കാലഘട്ടത്തിലാണ് ഈ രോഗം അദ്ദേഹത്തെ പിടിപെട്ടത്. അന്നുവരെയും വിദ്യാഭ്യാസ രംഗത്ത് പല രംഗങ്ങളിലും തൻ്റേതായ കഴിവുകൾ ഉപയോഗിച്ച് പ്രവർത്തിച്ചിരുന്നെങ്കിലും അദ്ദേഹം ആധ്യാത്മിക രംഗത്ത് തൻ്റെ അറിവുകളോ കഴിവുകളോ പങ്കുവച്ചതായിട്ട് എനിക്ക് അധികം അറിയില്ല. ഒരുപക്ഷെ ദൈവം ഇപ്രകാരമുള്ള ഒരു നിമിത്തത്തിലൂടെ കടത്തിവിട്ട് അവൻ്റെ ചിന്തകളെ വേറൊരു ധാരയിലേക്കും ആധ്യാത്മിക ജീവിതത്തിലേക്കും കൂടെ ചിതറിക്കുവാനായിട്ട് ഇപ്രകാരം ദൈവം നിശ്ചയിച്ച ഒരവസരമാണ് എന്ന് തോന്നുകയാണ്. തുടർന്ന് രോഗസൗഖ്യം പ്രാപിച്ചു മുന്നിട്ട് വരുന്നു. എങ്കിലും ഇപ്പോഴും ചികിത്സ തുടരുന്നുണ്ട്. എങ്കിലും അദ്ദേഹം ധാരാളം രംഗങ്ങളിൽ, ആധ്യാത്മിക രംഗങ്ങളിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ധ്യാന കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ അതുപോലുള്ള സാഹചര്യങ്ങളിൽ ഒക്കെ ആധ്യാത്മികമായ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനായിട്ട് സമയം കണ്ടെത്തുന്നു എന്നുള്ളത്. അപ്പോൾ ഈ 3 കാര്യങ്ങളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അവസരോചിതമായിട്ട് പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ അസാധ്യമായിട്ടൊന്നുമില്ല എന്ന ആ ബോധ്യവും വിശ്വാസവും. രണ്ടാമത്, ഏക മനസ്സോടെ നമ്മൾ ഒരേ ആഗ്രഹം ദൈവത്തോട് ചോദിച്ചാൽ തരും എന്നുള്ളത്. ഇതിലെല്ലാം ഉപരി ദൈവം നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുമ്പോൾ അവിടുത്തേക്ക് നമ്മെ ഓരോരുത്തരെക്കുറിച്ചും കാലോചിതമായ പദ്ധതികളുണ്ട് എന്നുള്ള സത്യം. ഇവയെല്ലാം സമ്യക്കായിട്ട് നമ്മൾ ഒരുമിച്ച് കാണേണ്ടി വരുമ്പോൾ, പ്രത്യേകിച്ചും ഒരു സഹനത്തിൻ്റെ വഴിയിലൂടെ ഇതിനുത്തരം കണ്ടെത്തുവാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ,
വേറൊരു സത്യവും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ജീവിതത്തിലൊക്കെ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ശാരീരികമാകാം, മാനസികമാകാം, ആത്മീയമാകാം, എന്തായാലും ഉണ്ടാകുമ്പോൾ അവിടെയെല്ലാം നമ്മൾ പലപ്പോഴും നിസ്സംഗരായി തീരാറുണ്ട്. അല്ലെങ്കിൽ ദൈവം പോലും കൈവിട്ടോ എന്ന് ചിന്തിച്ചു പോകുന്ന സന്ദർഭങ്ങളുണ്ട്. ഇവിടെ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കുകയാണ്. നമുക്ക് ജീവിതത്തിലൂടെ ഇതുപോലുള്ള സഹനങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരുമ്പോൾ ഈശോയുടെ സഹനത്തിൽ പങ്കുചേർന്നുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ കരങ്ങളിലെ ഉപകരണങ്ങളായിക്കൊണ്ട് മറ്റുള്ളവർക്ക് ജീവൻ കൊടുക്കുവാൻ, ശക്തി പകരുവാൻ, പ്രചോദനം നൽകുവാനായിട്ട് ഉപകരണങ്ങളായി തീരും എന്നുള്ള വസ്തുത. ഇത്തരത്തിലെല്ലാം ഈ 2013 മുതൽ 22 വരെയുള്ള ഈ കാലഘട്ടത്തിൽ തോമസിൻ്റെ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കൂടുതൽ നമ്മുടെ ജീവിതത്തിലേക്ക് ചിന്തിക്കുവാനുള്ള ഒരു അവസരമായി എന്ന് മാത്രമാണ് എനിക്കിതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാനായിട്ടുള്ളത്. ആൻറ്റി ഒത്തിരി പ്രാർത്ഥനയിലായിരുന്നിട്ടുണ്ടാവാം ഈ ചികിത്സാ സമയങ്ങളിലൊക്കെ. പക്ഷെ നമ്മുടെ പ്രതീക്ഷയ്ക്ക് എടുത്തുന്ന രീതിയിൽ ചിലപ്പം നമ്മുടെ കൂടെ നിൽക്കുന്നവരോ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫോ ഹോസ്പിറ്റലിലെ എല്ലാവരും നമ്മൾ ഈ പ്രാർത്ഥനയോടൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവരായിരുന്നു. ഹോസ്പിറ്റലായിരിക്കുന്ന സമയത്ത്, വാർഡ് കിടക്കുന്ന സമയത്ത് നിരന്തരം ബൈബിള് വായിക്കുമായിരുന്നു. അവിടെ എന്നെ ഒരാളെ നിർത്തുള്ളൂ കൂടെ, ബൈബിള് വായിക്കുമായിരുന്നു. അപ്പോൾ അവിടെ ഒരു മലയാളി ഡോക്ടർ വന്ന് ഇത് കണ്ടിട്ട് എന്നോട് പറഞ്ഞു, ഇത് പ്രാർത്ഥിച്ചാൽ മാറുന്ന രോഗമല്ല അമ്മ, ഇത് ഈ ബൈബിൾ വായിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എന്നിങ്ങനെ ഡോക്ടർ കൂടെ എന്നോട് പറയുമായിരുന്നു. പിന്നെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്, അപ്പോൾ രോഗികളുടെ നാഥൻ എന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകം 24 മണിക്കൂറും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട്. അന്നേരം എൻ്റെ മൂത്ത മോളും അവിടെ ഈ വെക്കേഷനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കുറേ സമയം ഞാനിതിങ്ങനെ വായിക്കും. ഞാൻ മടുത്ത് കഴിയുമ്പോൾ അവൾ വായിക്കും. കാരണം ഈ സാറിങ്ങനെ വയ്യാതെ കിടക്കുവാണ്. അപ്പോൾ ഈ കസേരയിട്ട് ഈ ചെവിയുടെ ഭാഗത്തേക്ക് ഇരുന്നിട്ട് ഇതിങ്ങനെ വായിക്കുകയാണ്. അപ്പോൾ വായിച്ച് ഞങ്ങൾക്ക് 2 പേർക്കും ബൈഹാട്ടാണ്. ഞാൻ മടുക്കുമ്പോൾ അവൾ വായിക്കും, അവൾ മടുക്കുമ്പോൾ ഞാൻ വായിക്കും. അങ്ങനെ വായിച്ച് പ്രാർത്ഥിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ഈ ഹോസ്പിറ്റലിൽ ഞാനിങ്ങനെ മരുന്ന് മേടിക്കാനായിട്ട് വഴിയിലൂടെ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലൂടെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ അവിടെ പരിചയമുള്ള ഒരാളുമില്ല ഹോസ്പിറ്റലിൽ. നമുക്ക് പരിചയമുള്ള ഒരാളുമില്ല, മലയാളീസും ഇല്ല, മുഴുവൻ വേറെ ഏതോ സ്റ്റേറ്റിലുള്ള ആളുകളൊക്കെയാണ്. ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ട് മരുന്ന് മേടിച്ച് വിഷമിച്ച് വരുന്ന അവസരത്തിൽ ഞാൻ ഒരു ദിവസം നോക്കുമ്പോൾ അവിടെ ഒരു ഭിത്തിയിൽ ഒരു ഭിത്തിയുടെ അത്രയും വലിപ്പമുള്ളൊരു ഈശോ എന്നെ നോക്കി നിൽക്കുക. ഞാനിങ്ങനെ പെട്ടെന്ന് സ്തംഭിച്ച് അവിടെ നിന്ന് പോയി. ഇത് ഈശോ, എന്നെ പരിചയമുള്ള ഒരാൾ, അങ്ങനെയാണ് എൻ്റെ മനസ്സിൽ. ഇതാ എന്നെ പരിചയമുള്ള ഒരാൾ നിൽക്കുന്നു. കാരണം ബാക്കി ഒരാളെ എനിക്ക് പരിചയമില്ല. ഞാൻ എന്നിട്ട് ആ ഈശോയുടെ മുന്നിൽ കുറേ സമയം നോക്കി നിന്ന് വിഷമിച്ചിട്ട് ഞാൻ പിന്നെ റൂമിലേക്ക് ചെന്നു, അവിടെ വാർഡിലേക്ക് ചെന്നു. അതിന് ശേഷമാണ് ഈ കിഡ്നി പെട്ടെന്ന് റിവൈവ് ചെയ്തു വന്നത്. അപ്പം അതിന് ശേഷം ഞാൻ പിന്നെ പോകുമ്പോൾ ആ വഴിയിലൂടെ അത് കഴിഞ്ഞ് ഞാൻ സാറിനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ രൂപ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ഫോട്ടോയാണ് ആ ഭിത്തിയിലിരിക്കുന്നത്. ആ ഫോട്ടോയാണ് വലിയൊരു ഈശോയായിട്ട് എനിക്ക് അന്നേരം പ്രത്യക്ഷമായത്. എനിക്ക് വേണ്ടി തന്നെ ഈശോ പ്രത്യക്ഷപ്പെട്ടതാണ്. ഞാൻ എപ്പോഴും ചെല്ലുമ്പോൾ ആ ഈശോയെ കാണാറുണ്ട്, അവിടെ ശ്രദ്ധിക്കാറുണ്ട്. നമുക്ക് ഒട്ടും പ്രതീക്ഷയില്ലാതിരുന്ന ഹോസ്പിറ്റൽ വരാന്തയിൽ വെച്ചിട്ട് ശരിക്കും ആൻറ്റി പറഞ്ഞ ആ സെൻറ്റൻസ് എനിക്ക് ഏറ്റവും സ്ട്രൈക്കിങ് ആയിട്ട് തോന്നിയത്. നമ്മളെ തന്നെ നോക്കിക്കൊണ്ട് നമുക്ക് പരിചയമുള്ള ഒരു മുഖം അവിടെ കാണാൻ കഴിച്ചു. പ്രത്യേകിച്ച് ഈ വെല്ലൂർ ഹോസ്പിറ്റലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര മുൻതൂക്കമാണ്. പിന്നെ അവിടെ ഈ TV സ്ക്രീനുകൾ വെച്ചിട്ടുണ്ട്. അവിടെ മുഴുവൻ വരുന്നത് ബൈബിൾ വാക്യങ്ങളാണ്. ഓരോ ബൈബിൾ വാക്യങ്ങൾ 1 by 1 ഇങ്ങനെ വന്നോണ്ട് അത് പിന്നെ മുഴുവൻ സ്ഥലത്തും ഈ സ്ക്രീൻ ഇങ്ങനെ വെച്ചിരിക്കുക. പിന്നെ എല്ലായിടത്തും ഈശോയുടെ ഫോട്ടോ.
പിന്നെ ഭയങ്കര സീരിയസ് രോഗം വരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തന്നെ അവിടെ പ്രത്യേക ആൾക്കാരുണ്ട്, മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ. പ്രാർത്ഥന ടീമുണ്ട്. അത്രയ്ക്കും പ്രാർത്ഥനയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റലും കൂടിയാണത്. പരിപാലനയിലായിരുന്നു മുഴുവനും. അതെ 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 അതെ. അങ്കിളുടെ ഈ സമയത്ത് ഒരു ചോദ്യം കൂടെ ഉണ്ട്. ദൈവത്തിൻ്റെ ശബ്ദം നയിച്ചിരുന്നു ഈ ഒരു സങ്കീർണകാലത്ത് മുഴുവനും എന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഒന്നല്ല രണ്ടല്ല, ഒരു 3-4 വട്ടം കേട്ടുകൊണ്ടേയിരുന്നു. എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത് ദൈവത്തിൻ്റെ ശബ്ദം തന്നെയാണെന്ന്? ദൈവത്തിൻ്റെ ശബ്ദം തിരിച്ചറിയാൻ എൻ്റെ ചിന്തയിൽ കൂടെ കടന്നു പോയ കാര്യം, അത് ശരിയോ എന്നുള്ളത് കൃത്യമായിട്ട് എനിക്കറിയില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് ദൈവം നമ്മളെ ശബ്ദം നമ്മൾ തിരിച്ചറിയുന്നത് 3 വിധത്തിലായിരിക്കും. ഒന്ന്, നമ്മുടെ ഉള്ളിൽ നിന്ന് സംസാരിക്കുന്ന പോലൊരു തോന്നലുണ്ട്. 2, പുറത്തുനിന്ന് കേൾക്കുന്ന ശബ്ദമുണ്ട്. 3, നമ്മളൊരു ദൈവത്തോടൊരു ചോദ്യം ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരാൾ പറയും. അവർ പറയുന്നത് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കും, പക്ഷെ നമുക്ക് കേൾക്കുന്നത് നമ്മുടെ ഉത്തരമായിട്ട് കേൾക്കും. ഇങ്ങനെ 3 വിധത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, അതാണ് പറയുന്നത്. പക്ഷേ അതിൽ ഈ ഉള്ളിൽ നിന്നാണ് കേൾക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു 3 തലമുണ്ട്. 3 തലം. ഒന്ന്, ഈ ഉള്ളിൽ നിന്ന് കേൾക്കുന്ന ആ ശബ്ദം ചിലപ്പോൾ നമ്മുടെ ആഗ്രഹമാകാം. നമ്മൾ തീക്ഷ്ണമായിട്ടൊരു കാര്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു, ഈ സമയത്ത് അതങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നുള്ളത് നമ്മൾ ഉള്ളിൽ നിന്ന് ചിലപ്പം കേൾക്കാം. ചിലപ്പോൾ അത് സാത്താൻ്റെ സ്വരൂപമാകും, ചിലപ്പോൾ അത് ദൈവസ്വരൂപമാകും. അപ്പോൾ അതുകൊണ്ട് ഉള്ളിൽ നിന്ന് ഒരു കാര്യം, നമ്മൾ ഒരു കാര്യത്തിന് പുറപ്പെടുന്ന അവസരത്തിൽ അതിങ്ങനെ ചെയ്തോ എന്ന് പറഞ്ഞാൽ അത് ദൈവസ്വരമാണ് എന്ന് വിചാരിച്ച് നമ്മൾ ചാടിയിറങ്ങി ചെയ്യരുത്. അത് പരീക്ഷിച്ചറിയണം. അപ്പം പരീക്ഷിച്ചറിയാൻ പല മാർഗമുണ്ട്. അതിൽ പരീക്ഷിച്ചറിയാൻ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഈ കേട്ട സ്വരം ദൈവസ്വരമാണോ എന്ന് പരീക്ഷിച്ചറിഞ്ഞ മാർഗമുണ്ട്. പരീക്ഷിച്ചറിഞ്ഞ മാർഗം ബൈബിൾ വായിക്കുക എന്നുള്ളത്, വചനം വായിക്കുക എന്നുള്ളതാണ്. വചനം വായിക്കുമ്പോൾ നമുക്ക് ആ സ്വരം വചനത്തിൽ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാതെ ദൈവസ്വരമാണെന്ന്. ഇതില്ലെങ്കിൽ അത് ദൈവസ്വരം ആവണമെന്നില്ല. വചനത്തെ സ്ഥിരീകരിക്കുക. അപ്പോൾ ഒന്നാമത് ചെയ്യാവുന്ന കാര്യം അതാണ്. രണ്ടാമത് സ്ഥിരീകരിക്കാൻ വേറൊരു കാര്യമുണ്ട്. അത് നമ്മളുടെ ഈ അനുഭവം മറ്റൊരാളോട് പറയുക. അപ്പോൾ അവർ പ്രാർത്ഥിക്കുമ്പോൾ അവർക്കും അതേ സന്ദേശം കിട്ടുന്നു വിചാരിക്കുക. അത് സ്ഥിരീകരിക്കാം. ബൈബിൾ ഇത് പറയുന്നുണ്ട്, 2 പേരുടെ സാക്ഷ്യം സത്യമാണ്. അപ്പോൾ അത് അങ്ങനെ നമുക്ക് സ്ഥിരീകരിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ആ ദൈവസ്വരം ആണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനീ പുറത്തുനിന്ന് കേട്ട ഈ സ്വരം പോലും ബൈബിൾ വായിച്ച് അതിൽ കണ്ടെത്തിയെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാനത് ദൈവസ്വരമാണെന്ന് തിരിച്ചറിഞ്ഞത്. കഴിഞ്ഞ എപ്പിസോഡിൽ തൻ്റെ ക്യാൻസർ രോഗാവസ്ഥയെ ദൈവപരിപാലനയാൽ നയിക്കപ്പെട്ട് അതിജീവിച്ച തോമസ് സാറിൻ്റെ നിറപ്പകിട്ടാർന്ന അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ഇനിയും അത്തരം നിറപ്പകിട്ടാർന്ന ഓർമ്മകളുമായി, അനുഭവങ്ങളുമായി മഴവില്ല് തീർക്കുന്നവരെ നമുക്ക് പരിചയപ്പെടാം. പ്രാർത്ഥനയോടെ കാത്തിരിക്കാം.